ഗുഡ് മോർണിംഗ്. നമുക്കൊരു മോർണിംഗ് റുട്ടീൻ ആയാലോ? ഇപ്പോൾ രാവിലെ 6:15. ശങ്കരിക്കുഞ്ഞ് എണീറ്റു, അമ്മയും എണീറ്റു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പറ, എന്ത് ചെയ്യാ? ഇരുട്ടല്ലേ? ചങ്കു, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഗായ്സ്? അമ്മച്ചിയുടെ മോർണിംഗ് റൊട്ടീൻ കാണാം നമുക്ക്. അങ്ങനെ തന്നെ. അങ്ങനെ ശങ്കരിക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ രാവിലെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് മുറ്റത്തോട്ട് ഇറങ്ങും കേട്ടോ. എല്ലാ ദിവസവും മുറ്റത്തും വീടിന് ചുറ്റും ടെറസിലും ഒക്കെ ആയിട്ട് ഞാൻ അവളെ കൊണ്ട് കുറേ നേരം ഇങ്ങനെ നടക്കാറുണ്ട്. കാരണം കുഞ്ഞ് എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് പുറലോകമൊക്കെ ആയിട്ടൊരു ബന്ധം വേണ്ടേ? എപ്പോഴും പെരയ്ക്കകത്തിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. കാക്കയും പൂച്ചയും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും കുറേ നേരം. ഹായ് ശങ്കരിക്കുഞ്ഞ്. ഇപ്പോൾ ഒരാളെ ഞാൻ താഴെ കിടത്തിയിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം. രാവിലത്തെ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചായ ഇടിയില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് ചായ കുടിച്ച് കഴിയുമ്പം ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ചില ദിവസം ഞാൻ പാലോ അതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ടൊക്കെ കുടിക്കാറുണ്ട്. നമ്മുടെ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉള്ളത് വെച്ച് അങ്ങനെയൊക്കെ കഴിക്കും. പക്ഷേ എന്നാലും ഒരു ചായ കുടിക്കുമ്പോഴത്തെ ഒരു ഫ്രഷ്നെസ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? എനിക്കതാണ് ഇഷ്ടം. ശങ്കരിക്കുഞ്ഞ് ഇതാ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഒരിടത്ത് കിടത്തിയാൽ കിടക്കുമായിരുന്നു. ഇതിപ്പോൾ 8ാം മാസമാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ വീടിനകത്തൊക്കെ ഇഴഞ്ഞ് നടക്കും. എന്ന് വെച്ചാൽ ഒരു മുറിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ ഓരോന്നൊക്കെ തട്ടിയും മറിച്ചുമൊക്കെ നോക്കും. പിന്നെ ശങ്കരിക്കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൾ ഇരുന്നിട്ട് നേരെ പുറകിലോട്ടങ്ങ് വീഴുമായിരുന്നു ചില സമയത്തൊക്കെ. അവൾക്കത് മെത്തേൽ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇതുപോലെ തറയിൽ പായ്ക്കിട്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ വീണാലേ കുഞ്ഞിന് നോവത്തില്ലേ? 3-4 തവണ അങ്ങനെ നല്ലപോലെ വീണ് നൊന്തു. അതിനുശേഷം പുള്ളിക്കാരി പഠിച്ചെന്ന് തോന്നുന്നു. ഇതാ എഴിഞ്ഞ് വരുന്ന എന്നെ ഒന്ന് എടുക്കമ്മേ എന്ന് പറയുക. പാവം. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുപോലെ ശങ്കരിക്കുഞ്ഞ് ചില സമയത്ത് നല്ല കരച്ചിലൊക്കെ ആയിരിക്കും. ചില സമയത്ത് താഴെ കിടത്തിയാൽ കിടക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് അവളെ വെച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഭയങ്കരം എന്നുള്ള വാക്ക് കൂടി പോകുന്നല്ലേ? അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു വാക്കാണ് ഭയങ്കരം. എന്ന് വെച്ചാൽ ഭയം അങ്കുരിപ്പിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയാറ്. ഓക്കെ. അപ്പം വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനെ പോരെ? ഓക്കെ. പിന്നെ ഞാനിന്ന് എൻ്റെ തേയിലപ്പൊടി തീർന്നായിരുന്നു. അപ്പം ഇതെൻ്റെ അമ്മ ഇടുക്കി പോയിട്ട് വന്നപ്പോഴും കൊണ്ടുവന്നതാണ് ഒരു തേയില പാക്കറ്റ്. റിപ്പിൾ ടീ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ചായ കേട്ടോ ഇത് നമുക്ക് പക്ഷേ ഇടുക്കി മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ഒന്നും ഇത് അവൈലബിളായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ല സൂപ്പർ ചായ. ഞങ്ങൾ കൊണ്ടുപോയപ്പോഴും വാങ്ങിച്ചായിരുന്നു. അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ ടൂർ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അമ്മ റിട്ടയർ ആയവരുടെ കൂടെയൊക്കെ ഇപ്പം പുള്ളിക്കാരി റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ പറയാം. എൻ്റെ ഫാമിലി, എൻ്റെ ബന്ധുക്കൾ, ഫ്രണ്ട്സ് എല്ലാത്തിനെയും പറ്റി പിന്നെ പറയാം. ശങ്കരിക്കുഞ്ഞിരിക്കുന്നുണ്ടോ? പാവം. ഇങ്ങനെ തൂങ്ങിയിരിക്കുമോ കുറേ നേരം? കുറച്ച് നേരം കഴിയുമ്പോൾ അവൾക്ക് ബോറടിക്കും. അപ്പോൾ അവളുടെ സ്വഭാവം മാറും, കരയും, വാശി പിടിക്കും, അങ്ങനെയൊക്കെ. കുറച്ച് നേരമൊക്കെ എനിക്കിതുപോലെ സഹകരിച്ചിരുന്നു തരും കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെയൊക്കെ ഈ ബാഗിൻ്റെ ഒരു റീലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 8 kgs വരെ വരുന്ന ബേബീസിനെയൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ റീലിൽ. ഇത് വാങ്ങിച്ചതിനകത്ത് എന്തോ എഴുതിയിരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് അവൾ തീരെ പൊടിയല്ലേ. അപ്പം ഇതിനെപ്പറ്റിയൊന്നും വെയിറ്റിനെ പറ്റിയൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ പാത്രമൊക്കെ എല്ലാ ദിവസവും രാത്രി തന്നെ കഴുകി വെക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റ ഫസ്റ്റ് ഉള്ള സെറ്റ് ഓഫ് ജോലികളിൽ ഇത് വലിയൊരു കാര്യമാണ്. പാത്രങ്ങൾ തിരിച്ചൊതുക്കി വയ്ക്കുക. കാരണം ഒരാവശ്യം വരുമ്പോൾ ഈ ബാസ്ക്കറ്റിനകത്തുനിന്ന് തപ്പിപ്പിടിക്കുക എന്നുള്ളത് വലിയ പാടാണ്. പിന്നെ ശങ്കരിക്കുഞ്ഞിനെ ഞാൻ നേരെ എടുത്ത് വെക്കുക കേട്ടോ. എനിക്ക് അവൾ ഈ നേരെയാണോ ഇരിക്കുന്നത്, അവളുടെ കൈയോ ഒക്കെ കംഫർട്ടബിൾ ആണോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ എനിക്കിങ്ങനെ ടെൻഷനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണാടി പോയി നോക്കും കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ ശങ്കരിക്കുഞ്ഞ് താഴെ ഇറങ്ങി ചായ ഇട്ടു.
പുള്ളിക്കാരി ഇങ്ങനെ എഴഞ്ഞ് നടക്കുക. ഇപ്പോഴാണ് ഇങ്ങനെ എഴഞ്ഞു തുടങ്ങിയത്. മറ്റേത് ഒരു 2-3 സ്റ്റെപ്പൊക്കെ ഉള്ളായിരുന്നു. എന്നിട്ടങ്ങ് നെഞ്ചമർന്നങ്ങ് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇതിപ്പം നല്ലപോലെ എഴഞ്ഞു തുടങ്ങിയിട്ടൊരു 3-4 ദിവസമേ ആവുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. അയ്യോ എന്നെ എടുക്കമ്മേ, എന്നെ എടുത്തോ, എനിക്കിങ്ങനെ എഴഞ്ഞ് നടക്കാനൊന്നും വയ്യേന്നായിരിക്കും അവൾ പറയുന്നതല്ലേ. വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇനി നല്ല രസമായിരിക്കും. കൃഷ്ണ, എനിക്കിങ്ങനെ ചായ പൊക്കി ഇങ്ങനെ പതപ്പിച്ചൊഴിക്കണമെന്ന് എനിക്ക് എൻ്റെ അമ്മയ്യാണ് പറഞ്ഞു തന്നത്. അത് നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് ടേസ്റ്റ് മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ എൻ്റെ ചായക്ക് നല്ല ടേസ്റ്റുണ്ട്. ഇത് കാരണമാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അടിപൊളിയാണ്. പിന്നെന്തുവാ, എൻ്റെ ശങ്കരി കുഞ്ഞിങ്ങനെ നോക്കിയിരിക്കും. അവൾക്കിനി ഞാൻ ചായയൊക്കെ എന്നും ഇട്ട് കൊടുക്കും. കൊച്ചു പിള്ളേർക്ക് ചായ ഒന്നും കൊടുക്കാനുള്ള പ്രായം ഇപ്പോൾ ആയിട്ടില്ലല്ലോ അല്ലേ? 1 വയസ്സൊക്കെ ആകുമ്പോൾ കൊടുക്കാതിരിക്കുമോ? കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആവട്ടെ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എന്നാലല്ലേ എനിക്കറിയാവോ എന്തെങ്കിലുമൊക്കെ മാറ്റണോ തിരുത്തണോ എന്നൊക്കെ. ഇപ്പോൾ ഒരു മാജിക്ക് കാണിച്ചു തരാം. കിങ്ങിനിമ്മ ചങ്കരിമ്മ ഉറുമ്പുറുമ്പുറുമ്പുറുമ്പ് കാത് കുത്താൻ പോയപ്പോൾ അവിടെ നിന്നും കിട്ടി നാഴിയേരി, ഇവിടെ നിന്നും കിട്ടി നാഴിയേരി, കഞ്ഞി വയ്ക്കാൻ വിറകിന് പോയപ്പോൾ കല്ലേ തട്ടി തരികെടുത്തകതു ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ. കാക്കമ്മ കരയുന്നോ അവിടെ? കാക്കമ്മ കരയുന്നോടാ? കാക്കമ്മ കരയുന്നോ? കാക്കമ്മയുടെ ബഹളമാണോ ഈ കേൾക്കുന്നത്? ആണോ? ഒളിച്ചേ കണ്ടേ, ഒളിച്ച് കണ്ടേ. അയ്യോ ചാടി പോയില്ല, താഴെ വീഴും. കണ്ടേ, ഒളിച്ച് കണ്ടേ, ഒളിച്ച് ഒളിച്ച് കണ്ടേ, ഒളിച്ച് കണ്ടേ. കാക്ക ശങ്കരിക്കുഞ്ഞിനെ അതെല്ലാം കഴിഞ്ഞിട്ട് പാല് കൊടുത്ത് അവിടെ കിടത്തി. അവൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉറക്കത്തിനധികം നീളമൊന്നും കാണത്തില്ല. ഇത് പെട്ടെന്ന് എഴുന്നേൽക്കാനുള്ള ഉറക്കമാണ്. ഞാൻ ആ സമയത്ത് വന്നൊന്ന് പല്ല് തേച്ചു. പിന്നെന്താ, രാവിലെ കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കണം, അപ്പം തന്നെ പല്ല് തേക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. മിക്ക ദിവസവും അവൾ ഞാനും ഒന്നിച്ച് എഴുന്നേൽക്കാറ്. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് എനിക്ക് അത്യാവശ്യം അടുക്കള ജോലിയൊക്കെ തീർക്കാൻ സമയം കിട്ടും. പക്ഷേ അത് അങ്ങനെ എല്ലാ ദിവസവും നടക്കാറില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞ് എഴുന്നേൽക്കും. കുഞ്ഞിന് എൻ്റെ ആ ഒരു സാമീപ്യം മാത്രമല്ലേ ഇപ്പോൾ അറിയുന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു ചൂടും ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവൾ അപ്പം എഴുന്നേൽക്കും. അതുകൊണ്ട് മിക്ക ദിവസവും ഞങ്ങൾ ഒന്നിച്ച് എഴുന്നേൽക്കാൻ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാലും ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് അത് കഴിയുമ്പോൾ കുഞ്ഞ് കരയും. പിന്നെ ഞാൻ കൂടെ പോയി കിടക്കും. പിന്നെ ആ ഒരു ഉറക്കപ്പിച്ചയിൽ അവൾക്ക് പാല് കൊടുത്തുകൊണ്ട് കിടക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നെ ഉറങ്ങും. അത് കഴിഞ്ഞൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും എഴുന്നേൽക്കാറ്. അപ്പോൾ ഇന്നെന്തായാലും കുറേ നാളായി വാഷ് ബേസിനും കണ്ണാടിയൊക്കെ കഴുകിയിട്ട്. കണ്ണാടിയുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങ് മാറ്റും. ഇന്നെന്തായാലും നടക്കേടല്ലേ, അതുകൊണ്ട് അങ്ങ് വൃത്തിയാക്കാക്കിയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണാടി തുടക്കുന്ന ഐഡിയ നിങ്ങൾക്കറിയാവോ? എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. അതാകുമ്പോൾ വലിയ പാടൊന്നുമില്ല. നമ്മൾ മറ്റേ സ്ക്രബ്ബറൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ. ഞാൻ പണ്ട് ഒരു സ്പോഞ്ച് പോലത്തെ മഞ്ഞ സ്ക്രബ്ബർ ഉണ്ടായിരുന്നല്ലോ, അതോ ടവലോ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. സ്ക്രബ്ബറിനേക്കാൾ കൂടുതൽ ടവലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ പ്രശ്നം അതിലുള്ള ഈ ചെറിയ നാര് പോലത്തെ ലിൻ്റൊക്കെ കണ്ണാടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അത് പോകണമെങ്കിൽ വീണ്ടും വേറെ എന്തെങ്കിലും കൊണ്ട് തുടങ്ങേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇത് അടിപൊളി ഹാക്കാണ് കേട്ടോ. അറിയാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ മതി. അടിപൊളിയാണ്. പിന്നെ സിങ്കല്ല വാഷ് ബേസിൻ, അതും കഴുകി അങ്ങനെ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുക രാവിലെ. ഇന്നിനി രാവിലെ എന്തൊക്കെ ജോലികൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ട്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല.
ഞാൻ എന്തൊക്കെയോ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു, മോർണിംഗ് റൊട്ടീനാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ പെടുന്ന കാര്യങ്ങളല്ല. ഞാൻ എല്ലാ ദിവസവും വാഷ് ബേസിൻ കഴുകാറൊന്നുമില്ല. അതിപ്പോൾ ആ കണ്ണാടി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ അപ്പോൾ എന്തായാലും വാഷ് ബേസിനും കണ്ണാടി കഴുകിയതില്ലേ, അപ്പോൾ അതിൻ്റെ ചുറ്റും കഴുകണ്ടേ, എന്നാലല്ലേ ആ ഒരു ഏരിയ ഒന്ന് വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടിഷ്യൂ പേപ്പർ വെളിയിലോട്ട് ഇട്ടതുകൊണ്ട് ആരുമൊന്നും വിചാരിക്കില്ലേ, അത് ഞാൻ തന്നെ തൂക്കണമല്ലോ. 1-2 ദിവസങ്ങളിൽ തൂത്ത് വരാറുണ്ട്. എല്ലാ ദിവസവും തൂക്കണമെന്ന് എൻ്റെ ആഗ്രഹം. തൂത്ത് വരുന്നത് മസ്റ്റാണ്. ഇപ്പോൾ ശങ്കരി ഇഴയാനും കൂടെ തുടങ്ങിയതുകൊണ്ട് തൂത്തുവാരലും തുടക്കലും എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വന്ന് കുറുക്കുണ്ടാക്കാൻ തുടങ്ങി. ശങ്കരി കുഞ്ഞിൻ്റെ കുറുക്ക. പിന്നെ മുമ്പേ പൊട്ടിച്ച തേയിലപ്പൊടി അടച്ചു വെച്ചില്ലായിരുന്നു, അപ്പോൾ അത് പൊതിഞ്ഞ് വെക്കുക. ഞാനിവിടെ ഷെൽഫിൻ്റെ മുകളിൽ തന്നെ റബ്ബർ ബാൻഡ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ അത് പൊതിഞ്ഞ് വെച്ചു, കുറുക്കുണ്ടാക്കുന്നു. ശങ്കരി കുഞ്ഞിന് രാവിലെ റാഗിയാണ് കൊടുക്കാറ്. അത് കുഞ്ഞിന് ഇഷ്ടവുമാണ്, അത് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് കഴിച്ചോളും. പിന്നെ ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ടേ. എല്ലാവരും നെയ്യ് ചേർക്കുമായിരിക്കും അല്ലേ? എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞു നെയ്യ് ചേർത്ത് കൊടുക്കണേന്ന്. അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കും. പിന്നെ ഈ പ്രായത്തിൽ വണ്ണം വയ്ക്കാനും ശരീരത്തിനൊരു പുഷ്ടി വരാനും ഒക്കെ നെയ്യൊക്കെ നല്ലതായിരിക്കും അല്ലേ? പിന്നെന്തുവാ, അതിൻ്റെ ബാക്കി ഞാനും അങ്ങ് കഴിച്ചു. വെറുതെ കളയാൻ പറ്റുമോ? അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി. അത് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് തീരെ ലൂസാവരുത്, തീരെ ഇതാവരുത്. ഇത് കണ്ടോ, ഒരാൾ വായ കിടത്തിയ കുട്ടിയാണ്, ഇപ്പോൾ ഇതാ വെയിൽ പിടിക്കാൻ വന്നേക്കുക. അവൾക്കിങ്ങനെ എല്ലാം ഇപ്പോൾ കൗതുകമല്ലേ. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് വിട്ടില്ല എന്നുള്ള രീതിയിൽ, അതാണ് നമ്മുടെ കുറുക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന്. ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കൊക്കെ അടച്ചു വെക്കും. തിരിച്ച് വരുമ്പോഴത്തേക്കും അത് തണുത്ത് അപ്പം പോലെ ആവും. പിന്നെ എനിക്ക് വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ പല ദിവസവും. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ മുടിയൊക്കെ അഴിച്ച് കെട്ടണമെന്ന് തോന്നും. എന്താണോ എന്തോ. ഇന്ന് രാവിലെ കുളിക്കണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. നടക്കുമോ എന്തോ, അതാ പുറകെ കിടക്കുന്ന ആളും കൂടെ വിചാരിക്കണം. എൻ്റെ മുടിക്ക് പണ്ട് നല്ല ഉള്ളുണ്ടായിരുന്നു. ഡെലിവറിക്ക് ശേഷം അത് വല്ലാതെ കുറഞ്ഞു. ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടിയൊക്കെ കൊഴിയുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരുപാട് കൊഴിയുമായിരുന്നു. ഇനി പറ്റുവാണെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ എൻ്റെ മുടി കൊഴിച്ചിലിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ട്രിക്കുണ്ട്, അത് കാണിച്ചു തരാം. അത് ചെയ്തതിന് ശേഷം ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ശങ്കരി കുഞ്ഞിനെയും കൊണ്ട് വെളിയിലോട്ട് വന്ന് ഓരോരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ ഇടയ്ക്കൊന്ന് പിണങ്ങിയായിരുന്നു. ഇങ്ങനെ ചെടിയുടെയും കാക്കയുടെയും പൂച്ചയുടെയും എരുത്തൊക്കെ കൊണ്ടുവന്ന് ഞാൻ വർത്താനം പറയിക്കും കേട്ടോ. പണ്ട് എൻ്റെ അനിയത്തിക്കുള്ള സ്വഭാവമായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന വഴി ചെടികളോടും പൂക്കളോടും ഒക്കെ കഥ പറഞ്ഞ് വരുമായിരുന്നു. കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ, അപ്പോൾ അതിൽ ആ ഒരു നിഷ്കളങ്കതയല്ലേ അതൊക്കെ. അപ്പോൾ അവർ കുറച്ചുകൂടെ നേച്ചറുമായിട്ടൊക്കെ ഇണങ്ങി വളരട്ടെ. പിന്നെ എൻ്റെ കുഞ്ഞു ശങ്കരിയുടെ ഒഫീഷ്യൽ നെയിം പ്രകൃതി എന്നാണ് കേട്ടോ. അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി തന്നെ വളരട്ടെ, അതല്ലേ നല്ലത്. പിന്നെ കുഞ്ഞിനിങ്ങനെ ഇലയിലും പൂവിലും ഒക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങളിതാവുന്ന സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി കുഞ്ഞിനിങ്ങനെ ഇടയ്ക്ക് വെയിലൊക്കെ കൊള്ളിക്കണമല്ലോ രാവിലെ. ആ ഒരു ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതല്ലേ. വൈറ്റമിൻ D3 വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൂര്യനോട് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുക, ശങ്കരി കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റല്ലോ, സൂര്യൻ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയെ കൊണ്ടിങ്ങനെ നടക്കും. ഒന്ന് ചിരിച്ച് കിട്ടാനാ വലിയ പാട്. അയ്യോ. അവിടുന്ന് നേരെ വന്ന് ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇച്ചിരി തുണി ഇടാമെന്ന് വിചാരിച്ചു. കുറേ തുണി കിടക്കുന്നു. ഈ ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോഴേ ഒരു 2-3 ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ബാസ്ക്കറ്റ് അങ്ങ് നിറയും. ഞാൻ എവിടെയാണോ അവിടെയാണല്ലോ എൻ്റെ ശങ്കരിക്കുഞ്ഞും. അപ്പോൾ ഇതാ ഹോളിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. തറയിൽ കിടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നാൾ ഒരു ചെറിയ മെത്ത ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഒരു പായ, അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ മാഡം ഇഴഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഞാനൊരു പർട്ടിക്കുലർ സ്ഥലത്ത് കിടത്തി അവൾ അവിടെ ഒന്നും കിടക്കത്തില്ല, അവൾ ഇങ്ങനെ ഇഴഞ്ഞു നടക്കും. അപ്പോൾ പിന്നെ പായയും ബെഡ്ഷീറ്റും ഒന്നും വിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും തൂക്കലും തുടക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ തറയൊക്കെ അത്യാവശ്യം വൃത്തിയാണ്. ഞാനല്ലാതെ വേറെ ആരും വരുന്നുമില്ല. അവിടുന്ന് പിന്നെ ഞാനൊരു പോട്ടി വാങ്ങിച്ചായിരുന്നു കുഞ്ഞിനെ പോട്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയേ. കുഞ്ഞിച്ചി മുള്ളുന്നതൊക്കെ ഇപ്പോൾ പഠിച്ചു. കൊണ്ട് പിടിച്ച് നിർത്തിയിട്ട് വർത്താനം പറഞ്ഞാൽ കുഞ്ഞിച്ചി മുള്ളിക്കോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടി ട്രെയിനിങ്ങും തുടങ്ങാം. എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ പോട്ടിയിൽ അവൾ കയറി ഇരിക്കത്തില്ല. അവളിങ്ങനെ അതും കൊണ്ട് കളിക്കും, കുറേ നേരം അതും കൊണ്ട് കളിക്കും. കുഞ്ഞിന് അതാ ഇഷ്ടം. ഇരുത്തിയാലും കുറച്ച് നേരം കഴിഞ്ഞ് കരഞ്ഞിങ്ങ് എഴുന്നേറ്റ് വരും. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിച്ച് വെറുതെ വെറുപ്പിക്കേണ്ട, ഒരു നെഗറ്റീവ്
ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടാന്ന് വിചാരിച്ച്. ആദ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്ത ടെൻഷനുള്ളതുപോലെ. ക്ഷമിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നലത്തെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെളിയിൽ വെച്ച്. ചോറുണ്ടായിരുന്നു, ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയൊക്കെ കുക്ക് ചെയ്താലും 2 ദിവസത്തേക്ക് ഫുഡ് കാണും. പിന്നെ കഴിഞ്ഞ ആഴ്ച ഏട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന പച്ചക്കറി ഉണ്ട്, അതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളുണ്ട്, അതെടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട്, അതും എടുത്ത് വെളിയിൽ വെച്ചു. ഇതെല്ലാം എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറിയും. എനിക്ക് ഗ്രീൻ പീസ് കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യൂട്യൂബിൽ നിന്നൊരു റെസിപ്പി കിട്ടി, അത് ഞാൻ ഉണ്ടാക്കി. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഭയങ്കര ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, കൺട്രോൾ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഗ്രീൻ പീസ് കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഗ്രീൻ പീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് വേണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യാറ്. ഗോതമ്പ് ദോശയോ അല്ലാത്ത ദോശയോ ഗ്രീൻ പീസ് കറി ഞാൻ എന്തിൻ്റെ കൂടെയും കഴിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഈ വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. അതാകുമ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചില ദിവസം ഞാൻ മിക്സിയിലടിക്കും, അതാകുമ്പോൾ പെട്ടെന്ന് നടക്കും. പിന്നെ ഇപ്പോൾ ശങ്കരി കുഞ്ഞിൻ്റെ കൂടെ മിക്സി യൂസേജ് വളരെ കുറവായിരിക്കും. മിക്സിയിൽ അടിക്കുമെന്ന ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് വല്ലാതെ പേടിച്ച് കരയും. അതിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ എളിയിലിരിക്കുകയാണെങ്കിൽ മാത്രമേ പുള്ളിക്കാരിക്ക് ധൈര്യമുള്ളൂ. അല്ലാതെ എവിടെ കിടന്നാലും മിക്സിയുടെ ശബ്ദം കേട്ടാൽ കുഞ്ഞ് വല്ലാതെ പേടിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ മാർഗ്ഗങ്ങളൊക്കെ, ഈ വിസ്ക് ഞാൻ പണ്ട് യൂസ് ചെയ്യുമായിരുന്നു, ഇതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ശങ്കരി അവിടെ കിടപ്പുണ്ട്, ഓരോരോ കിന്നാരമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. വർത്തമാനം പറയാതിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് ബോറടിച്ചാലോ. അവളൊരു നല്ല മൂഡിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ശങ്കരി കുഞ്ഞപ്പോഴത്തേക്കും കരച്ചിലും ഒക്കെ ആയിട്ട് വന്നു. ഞാൻ അവളെ എടുത്തുകൊണ്ട് വന്ന് ആഹാരം കൊടുക്കാൻ പോവാം, കുറുക്ക് കൊടുക്കാനാണ്. അപ്പം ഈ ഫീഡർ കൊള്ളാവോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇതെന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇതെവിടെ നിന്നാണെന്ന്. എന്ന് വെച്ചാൽ അപ്പോൾ വിചാരിക്കും യൂട്യൂബിൽ ഇവിടെ ഒരു വീഡിയോ അല്ലേ ഇട്ടുള്ളൂ, പിന്നെ ആരോ ഒരുപാട് പേര് ചോദിക്കാൻ നേരിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പുറത്ത് എൻ്റെ നെയ്ബേഴ്സും വീട്ടിൽ വന്നപ്പോൾ കണ്ടവരും ഒക്കെ ചോദിച്ചതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര സേഫായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുപ്പിയാണ് വാങ്ങിച്ചത്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിൽ കൊടുത്തു. ഒരുവിധം മാഡത്തിന് ആഹാരം കൊടുത്തു. അപ്പോൾ ഇതാ കൊണ്ടുവന്ന് കഴിയിപ്പിക്കുക. സിങ്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുത്തി കഴിയിപ്പിക്കുമ്പോൾ എനിക്ക് അവളെ പിടിക്കാനും കുറച്ചും കൂടെ എളുപ്പമുണ്ട്, കുഞ്ഞിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ ഇരുത്തി കഴിയിച്ച് തുടച്ച് ഞങ്ങൾ പിന്നെ ചിലപ്പം കുറച്ച് നേരം കളിക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി പാൽ കുടിച്ചങ്ങ് ഉറങ്ങും. അങ്ങനെയാണൊരു പതിവ്. എല്ലാ ദിവസവും ഉറങ്ങാറൊന്നുമില്ല, കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയാലായി. അത് കഴിഞ്ഞ് അതുപോലെ എഴുന്നേറ്റ് വരും. പിന്നെ വളരെ ചുരുക്കം ദിവസങ്ങളിലേ നല്ലപോലെ ഉറങ്ങാറുള്ളൂ ശങ്കരി. ഇത് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. ഒരു അവിയൽ, ഒരു സാമ്പാർ, ഒരു മെഴുക്കുരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഒരു 100 രൂപയുടെ കിറ്റാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് ഇത്രയും പച്ചക്കറി വരും. 100-150 എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് എത്രയാണെന്ന്. 2 വിലയുടെയും വാങ്ങിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് എത്രയുടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതെല്ലാം എടുത്ത് സോർട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിനകത്ത് കുറേ പച്ചമുളകുണ്ട്, അതൊക്കെ എടുത്ത് പ്രത്യേകം മാറ്റി വെക്കണം. പച്ചമുളക് നല്ലപോലെ കഴുകി ആ വെള്ളം ഒന്ന് പോയിട്ട് വേറൊരു കുപ്പിയിൽ മാറ്റി വെച്ചാൽ അത് കുറേ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും. പച്ചമുളക് ഇവിടെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ഞാൻ കൂടുതലും കറികൾക്കകത്ത് പച്ചമുളകാണ് പ്രിഫർ ചെയ്യുന്നത്, മുളക് പൊടിയേക്കാൾ കൂടുതൽ. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ പച്ചമുളക് ഞാൻ ഓൾറെഡി ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് 100 ഗ്രാം പച്ചമുളക് ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പച്ചമുളകിൻ്റെ അബണ്ടൻസ് ആയി ഇവിടെ, ഒരുപാട് പച്ചമുളക്. അങ്ങനെ ഞാൻ ശങ്കരി കുഞ്ഞും പോയിട്ട് കാണുന്നില്ലല്ലോ. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചില തെറ്റുകളൊക്കെ ഉണ്ട്. ചെറുതല്ല, ചിലപ്പോൾ വലുതുമായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയും പച്ചക്കറി കിട്ടി. നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇത്രയും പച്ചക്കറി കിട്ടുമോ 100 രൂപയ്ക്ക്? അതോ ഇത് കുറവാണോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ ഞാൻ ശങ്കരി കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുത്തി വീണ്ടും ഗ്രീൻ പീസ് കറി ഒന്ന് ചൂടാക്കണം, ദോശ ചുടണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. ഇപ്പം സമയം ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്.
ഞാൻ ആഹാരം രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം പിന്നെ എനിക്ക് അടുക്കളപ്പണി ചെയ്യേ വേണ്ട, ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെ നടക്കാം. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് കുളിക്കുകയോ നനയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുഞ്ഞിൻ്റെ കൂടെ ഞാനും എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലാണ് എനിക്ക് പാട്. അടുക്കളപ്പണി നീങ്ങത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൾ എത്ര സഹകരിച്ചാലും അവളെ നോക്കണം, അവളുടെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നടക്കണം, കളിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അടുക്കളപ്പണിയും കൂടെ ആകുമ്പം എനിക്കത് ചെറിയൊരു പാടാണ്. അടുക്കളപ്പണി രാവിലെ ഞാൻ കഴിഞ്ഞ എളുപ്പമുണ്ട്. ഇതാ കണ്ടോ, ആ പോട്ടി കൊണ്ട് ഇങ്ങനെ കളിക്കാനാണ് എൻ്റെ കുഞ്ഞിന് ഇഷ്ടം. അതിൽ മോളിൽ കയറിയിരുന്ന് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതിന് കുട്ടി എപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഗ്രീൻ പീസ് കയറി ചൂടാക്കി പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊന്നും എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമേ അല്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം, പ്രത്യേകിച്ച് ഇവിടെ വന്ന് നിന്നതിന് ശേഷം, ഉണ്ടാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളോട് നമുക്ക് പ്രത്യേകമായിട്ടൊരു സ്നേഹം വരുമല്ലോ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഗോതമ്പ് ദോശ. പണ്ട് ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ എനിക്ക് വേണ്ടി വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ടും. എനിക്കിഷ്ടമേ അല്ലാത്തൊരു സാധനമായിരുന്നു ഗോതമ്പ് ദോശ. പക്ഷേ ഇപ്പം എൻ്റെ ഫേവറേറ്റായി മാറി. പിന്നെതാ പച്ചക്കറിയൊക്കെ ഒതുക്കുന്നു. ആവശ്യത്തിന് ഞാനൊരു അവിയലിനുള്ള കഷ്ണങ്ങൾ മുറത്തിലോട്ടങ്ങ് മാറ്റി. ബാക്കിയുള്ള പച്ചക്കറി കവറിലിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റാൻ പോവാം. നിങ്ങളും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ആണോ പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്? ഓരോരുത്തർ അരിഞ്ഞ് പ്രത്യേകം കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കി വെക്കുന്നതൊക്കെ കാണാറുണ്ട്. എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കാറില്ല. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മാത്രമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ബേബിയും കൂടെ ഉള്ളതുകൊണ്ടേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അത് അനുവദിച്ചു തരുന്നത് ശങ്കരി ബേബി. ശങ്കരി ബേബി വിചാരിച്ചാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ അവസ്ഥ. അവിടുന്ന് പിന്നെ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ തറയിൽ കിടന്ന് കഴിയുമ്പോൾ സ്വഭാവം അങ്ങ് മാറും, ഒരു പിണക്കമൊക്കെ വരും. അപ്പോൾ അവളൊന്ന് ചിണുങ്ങി തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ എടുക്കും കേട്ടോ, കരയിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി ഇവളുടെ ഒരു പ്രത്യേകത, അവൾ ശ്വാസം പിടിച്ചു വെച്ചും കരഞ്ഞു കളയും. അത് വലിയ റിസ്ക് അല്ലേ, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ അധികം ഞാൻ കരയിക്കാനുള്ള സാഹചര്യങ്ങൾ ഞാനങ്ങ് ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകുന്നതല്ലേ ഒരു നല്ലത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാലും ഒരു വയ്യായിക വന്നാലൊക്കെ ടെൻഷനല്ലേ. അതുകൊണ്ട് തൊട്ടടുത്തൊക്കെ നമുക്ക് അത്രയും ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നോക്കാം. ഇതാ അപ്പം എൻ്റെ ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറിയും റെഡിയായി. ഒരു കുഞ്ഞിക്കാല് കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക്. ഈ കുഞ്ഞിക്കാല് എപ്പോഴും ഇങ്ങനെ നീണ്ടിരിക്കും. അപ്പോൾ ഇതാ ഇതിപ്പോൾ കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളം പിടിച്ച് വെക്കുക കേട്ടോ. ആ ഭാഗത്ത് നല്ല വെയിലാണ്. അപ്പോൾ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവളെ കുളിപ്പിക്കാനൊക്കെ സമയമാകുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിരിക്കും. അപ്പം ഞങ്ങളിതാ TV കാണാൻ വേണ്ടി ഹോളിലോട്ട് വന്നതാണ് കേട്ടോ. ഇനിയിപ്പം ചെറിയ 1-2 പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കും. കാരണം അവൾ അതിലോട്ട് ശ്രദ്ധിച്ചാലേ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കുഞ്ഞാലമ്പാക്കും, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആദ്യമൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ പാത്രത്തിൽ വന്ന് പിടിക്കും. ഇതാ മുട്ടയിലഴിഞ്ഞ് പോവുകയാണ്. ഏതോ സിനിമയിൽ ചോദിക്കുന്ന പോലെ, എങ്ങോട്ടാ മുട്ടയിലഴിഞ്ഞ്? അവിടുന്ന് ഞാൻ പിടിച്ച് വലിച്ച് വീണ്ടും കൊണ്ടിരുത്തി. ഞങ്ങളിപ്പം കാർട്ടൂണൊക്കെ കാണും. ആദ്യമൊക്കെ കാർട്ടൂൺ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വല്ലാതെ വാശി പിടിച്ച് പനി വന്നിട്ടൊക്കെ കരയുമ്പോൾ ഫോണിലോ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് ഈ പാട്ട് കേൾപ്പിക്കുമ്പോൾ കുഞ്ഞങ്ങ് നല്ല മൂടാവും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി മുമ്പേ വാഷിംഗ് മെഷീനിലിട്ടില്ലേ, ആ തുണി കൊണ്ടുവന്ന് വിരിച്ചു. അത് താഴെയാണ് വിരിച്ചത് കേട്ടോ. ഇതിപ്പോൾ ടെറസില്ല. കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഞാൻ ഇവിടെ വിരിക്കുന്നത്. അതാകുമ്പോൾ ഇൻ കേസ് മഴ പെയ്താലും കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുമോ, ഞാൻ അവൾക്ക് പാൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മഴ പെയ്ത്ത് എനിക്ക് കുഞ്ഞിൻ്റെ തുണി പെട്ടെന്ന് വന്ന് പെറുക്കാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞിൻ്റെ തുണി അങ്ങനെ മഴ നനയിപ്പിക്കാൻ പാടില്ലെന്നും ഉണ്ടല്ലോ.